ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മൾ 4 പേരും എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അതെ ഗായ്സ്, അങ്ങനെ നമ്മുടെ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണല്ലേ. അപ്പോൾ വെക്കേഷനായി കഴിഞ്ഞാൽ നമ്മൾ നിലത്തെഴുത്ത് കളരി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ കളരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സാംസ്കാരിക നിലയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്തെ സെക്ഷനാണ് നമ്മുടെ കളരി എടുക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ സാംസ്കാരിക നിലയത്തിന് തൊട്ടടുത്തായിട്ടുള്ള SNDP വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം SNDP പൊളിച്ചിട്ട് പണിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാംസ്കാരിക നിലയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സാംസ്കാരിക നിലയത്തിൽ വെച്ചിട്ട് നമ്മുടെ കളരി മാത്രമല്ല, ഡാൻസും പാട്ടും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ വേറെയുള്ളവർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഈവനിങ് ടൈമിലാണെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിവർ കളരി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ സാംസ്കാരിക നിലയത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ സ്വപ്നത്തിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ ആ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലമാണ് ഞാൻ ഈ കണ്ടിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടോ, ഞാൻ ഞെട്ടിപ്പോയി ഈ സ്ഥലം കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് പലതും നടക്കും അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ സാംസ്കാരിക നിലയത്തിൻ്റെ തൊട്ടടുക്കത്തെ സെക്ഷനൊക്കെ നമ്മളൊന്ന് വീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള ക്ലാസ് റൂമായിരുന്നു. മാത്രമല്ല എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ ചൂലും അതുപോലെ ഡസ്റ്റ്ബിന്നും അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ, എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഈ ഏപ്രിൽ മെയ് ഈ 2 മാസം നമുക്കിനി ഇവിടെയാണ് നമ്മളിനി കളരി എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താണ് കളരി അല്ല ഗൈസ്, കളരി എന്ന് ഓർക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ കളരിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മുടെ കളരിയിലേക്ക് ഓരോ കുട്ടികളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നിലത്തെഴുത്ത് കളരി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ കളരി പയറ്റല്ല കേട്ടോ, അത് വേറെ കളരി, ഇത് വേറെ കളരി. അപ്പം നിലത്തെഴുത്ത് കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുലത്തൊഴിലാണ്. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നിലത്തെഴുത്ത് കളരി എടുക്കുന്നവരായിരുന്നു. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളം അക്ഷരം A to Z വരെ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ കളരിയിൽ പഠിച്ചു പോയ ഒരു കുട്ടിക്ക് ഒരിക്കലും മലയാള അക്ഷരങ്ങൾ മറന്നു പോകില്ല. അപ്പം നമുക്ക് 3 വയസ്സ് മുതലുള്ള വാവന്മാരെ നമുക്ക് വിടാവുന്നതാണ്. അപ്പം നമ്മൾ മണലിലാണ് നമ്മൾ കളരി എഴുതുന്നത്. അപ്പം മലയാള അക്ഷരം ഓമിൽ തുടങ്ങും. പിന്നെ അങ്ങോട്ട് അക്ഷരങ്ങളെല്ലാം മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾ മുഴുവനും നമ്മൾ മലയാളത്തിൽ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ കൂട്ടി വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മളൊരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ കളരി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മംഗളകരമായി നമ്മുടെ കളരി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ന് 3 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയാണ് നമ്മുടെ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ മമ്മയും. അപ്പോൾ അമ്മച്ചിക്ക് ഇതേ നമ്മുടെ കുട്ടികൾ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി ഇനി കളരിയിൽ ഇരുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ വാവന്മാരൊക്കെ ദക്ഷിണ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിനി ഇവരെ എഴുതിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കളരിയിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ആശാനും അതുപോലെ തന്നെ ആശാത്തി എന്നാണ് കേട്ടോ പണ്ടൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ തേനൂറും മലയാളത്തിന് ഇപ്പോൾ എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ്. ആരും നമ്മുടെ മാതൃഭാഷേനെ ഓർക്കുന്നില്ല. തോന്നിയ പോലെ വേണ്ടാത്ത രീതിയിൽ മലയാളത്തിനെ വ്യാഖ്യാനിക്കുകയും വേണ്ടാത്ത വർത്തമാനം വാതുറന്നാൽ പറയുകയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഓമിൽ നിന്നാണ് നമ്മുടെ മലയാള അക്ഷരം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ മമ്മ അത് ഈ വാവയ്ക്ക് ഓം എന്ന അക്ഷരം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൂണ്ടുവിരലും കൊണ്ട് നമ്മളിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് നമ്മൾ ഓം എന്ന് നമ്മൾ മണലിൽ എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മളിനി അക്ഷരങ്ങൾ മുന്നോട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ വിജയദശമിക്ക് നമ്മൾ വാവന്മാരെ അമ്പലത്തിൽ, അതുപോലെ തന്നെ മൂകാംബിക അമ്പലം അങ്ങനെ പോലെയുള്ള അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ വാവന്മാരെ എഴുത്തിനിരുത്തൂലേ. അപ്പം ഈ എഴുത്തിനിരുത്തിയ ശേഷമാണ് നമ്മൾ ഡയറക്റ്റ് വാവന്മാരെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ എഴുത്തിനിരുത്തി കഴിഞ്ഞ വാടെയാണ് നമ്മുടെ കുട്ടികളെ എങ്ങോട്ട് നമ്മൾ കളരിയിലേക്ക് വിടുന്നത്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും
നമ്മുടെ ഈ ഭാഗത്ത് ഈ പരിസരത്തിലുള്ള എല്ലാവരും കളരി പഠിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് അമ്മച്ചീൻ്റെ സ്റ്റുഡൻസൊക്കെ വന്ന് മിണ്ടും. അപ്പോൾ അമ്മച്ചിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം അവരൊക്കെ അത്രയും ഹൈ പൊസിഷനിലായി വലിയ കുട്ടികളായവർ വന്ന് മിണ്ടും. ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ, ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്, എനിക്കിപ്പോൾ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അമ്മച്ചിക്കൊക്കെ. അപ്പോൾ ഒരു വാവത ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ പാരൻസിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കരച്ചിൽ തുടങ്ങും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്, പക്ഷേ കുഞ്ഞു വാവയല്ല, അതുകൊണ്ടാണ് ഇരുന്ന് കരയുന്നത്. അപ്പോൾ പാരൻസിനെ കണ്ടു കഴിയുമ്പോഴാണ് വാവമാർക്ക് കരച്ചിൽ കൂടുന്നത്, അല്ലാത്തപ്പോൾ ഒന്നും ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ ഗായ്സ്. അപ്പം ഇങ്ങനെ നമ്മൾ മൂകാംബിക അമ്പലത്തിലായാലും അമ്പലങ്ങളിൽ പോയി നമ്മൾ എഴുത്തിനിരുത്തിയ ശേഷമാണ് കളരിയിലേക്ക് വിടുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആദ്യാക്ഷരം കുറിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്തും നമ്മുടെ വീട്ടിലേക്കൊക്കെ വാവന്മാരെ എഴുതിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് വാവന്മാരെ കൊണ്ടുവരും. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോഴുള്ള വലിയ കുട്ടികൾക്കായാലും അക്ഷരങ്ങൾ അറിയില്ല, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഒരു അക്ഷരം പോലും മലയാളം എന്താണെന്ന് പോലും അവർക്കറിയില്ല. കാരണം ഡയറക്റ്റ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പം ടീച്ചേഴ്സ് ആയാലും അവരെ ഒന്നും അക്ഷരങ്ങൾ പഠിപ്പിക്കില്ല. ഡയറക്റ്റ് വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, എഴുതാനുള്ള ഡിക്റ്റേഷനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും അക്ഷരങ്ങൾ പഠിപ്പിക്കില്ല ടീച്ചേഴ്സ്. അപ്പം അക്ഷരങ്ങൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കളരിയിൽ തന്നെ വരണം. കളരിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറന്നു പോകുന്നതല്ല. മലയാളം ഭാഷ നമുക്ക് തറമായിരിക്കും. അപ്പോൾ അത് അടുത്തൊരു വാ വന്നിട്ടുണ്ട്, അമ്മേനോടൊപ്പം ചാരി നിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പം എന്തായാലും ആ കുട്ടൻ്റെ അമ്മ ഓടി വന്ന് അമ്മച്ചിക്ക് ദക്ഷിണ വെപ്പിച്ചിട്ട് കുട്ടനെ അവിടെ ഇരുത്താൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചില പാരൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ കരച്ചിലൊന്നും നോക്കൂല, അവരെ കൊണ്ടുപോയിട്ടിട്ട് അങ്ങ് പോകും. പക്ഷേ ചില പാരൻസ് അങ്ങനെയല്ല, അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഇവരും കൂടി നിന്ന് കരയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം വാവന്മാരെ ഇങ്ങനെ എഴുതിക്കുന്ന ടൈമിൽ പാരൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവരെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൂടെ പാരൻസിനെ നമ്മളങ്ങനെ നിർത്തൂല കേട്ടോ, പാരൻസിനോട് പോകാൻ പറയും. പിന്നെ വാവന്മാർ അധികം കരച്ചിലാണെങ്കിൽ അവരോട് മിണ്ടാതിരുന്ന് കരയാൻ പറയും. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ അവർ പാരൻസ് വാവന്മാരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള പാരൻസ് ഉറപ്പായിട്ടും കളരിയിൽ അവരുടെ കരച്ചിലൊന്നും വകം വയ്ക്കാതെ വിടും. അപ്പം സ്കൂളിൽ വിടുമ്പോഴായാലും ഇവർ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ പാരൻസ് അവരുടെ കൂടെ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പം അത്രയും നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെ ഓം ഹരി ശ്രീ ശ്രീ ഗ ന പ ത യേ നമഃ അവിക് നമസ്തു. അപ്പം ഇതിൽ ഓമിൽ നിന്ന് തുടങ്ങി നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കി. പിന്നെയാണ് നമ്മൾ സ്വരങ്ങളിലേക്കും വ്യഞ്ജനങ്ങളിലേക്കും ചിഹ്നങ്ങളിലേക്കും അതുപോലെ തന്നെ കൂട്ടക്ഷരങ്ങളിലേക്കും പെരുക്കങ്ങളിലേക്കും അങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാവ ഭയങ്കര കരച്ചിലായതുകൊണ്ട് അമ്മ പറഞ്ഞു, വാവേനെ കൊണ്ടുപോയിക്കോ, നാളെ കൊണ്ടുവന്നാൽ മതി, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഓടി വന്ന് വാവയ്ക്ക് കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലോ. അപ്പം നമ്മുടെ മലയാള അക്ഷരം നമ്മൾ കളരിയിൽ മുഴുവനായിട്ട് നമ്മൾ അക്ഷരങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുതാനും കൂട്ടി വായിക്കാൻ വരെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ കഴിയുമ്പോഴേക്കും ചിന്തം വര എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പം ഈ കുട്ടികൾ പഠിച്ച കാര്യങ്ങളെല്ലാം കാണാപ്പാഠം പഠിച്ചെഴുതുന്ന ചടങ്ങാണ് ചിന്തം വര എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിക്കുന്നത് വേറെ ഒന്നിനല്ല, ഒരു വടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുട്ടികളെ തല്ലാനാണോ എന്ന്. ഒരിക്കലും അല്ല. കുട്ടികളെ തല്ലിയാൽ അവരൊരിക്കലും പഠിക്കില്ല. അപ്പോൾ അവരോട് നമ്മൾ പരമാവധി നമ്മൾ വഴക്ക് പറയുക, വേണ്ട കാര്യത്തിന് മാത്രമല്ല, അത് വേണ്ടാത്ത കാര്യത്തിന് നമ്മൾ ഒരിക്കലും അവരെ വഴക്ക് പറയരുത്. അപ്പോൾ ആ അമ്മച്ചിക്ക് കുനിഞ്ഞിരുന്ന് എഴുതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വടി ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് ഇരുന്ന് എഴുതി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് മണൽ മായ്ക്കാനും നമുക്ക് വടീൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പം വാവാറ്റ പറമ്പിൽ പോയിട്ട് വടിയെടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ നിലത്തെഴുത്ത് കളരിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ മണലിലാണ് നമ്മൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത്. ബുക്കിലോ സ്ലേറ്റിലോ ഒന്നിലും അല്ല. അപ്പം വരുന്നവരൊക്കെ ചോദിക്കും, സ്ലേറ്റ് വേണോ, ബുക്ക് വേണോ, പെൻസിൽ വേണോ, അംഗൻവാടിയാണോ? അംഗൻവാടി ഒന്നും അല്ല കേട്ടോ. അംഗൻവാടിയൊന്നും നമ്മുടെ കളരീൻ്റെ 7 പോലും എത്തൂല. അപ്പം നമ്മുടെ കളരി എന്ന് പറയുന്ന അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ വാവാറ്റത് തന്നെ ആ വടിയും കൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വടിയും കൊണ്ട് കുറച്ച് അഭ്യാസമൊക്കെ കഴിഞ്ഞ് അമ്മച്ചിക്കും അമ്മയ്ക്കും വാവാറ്റ കൊണ്ടുവന്നിട്ട് വടി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് കുട്ടികളെ ഇടയ്ക്കൊന്ന് എഴുന്നേൽപ്പിച്ച് ചെമ്പ് ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വിടും, ബാത്റൂമിൽ പോകാൻ വിടും. പിന്നെ ഒരു 11:30 ആകുമ്പോൾ അവർക്ക് സ്നാക്സ് ടൈമാണ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും. അത് കഴിഞ്ഞ് വട വീണ്ടും പഠിപ്പിക്കലാണ്. അപ്പം മമ്മ കുട്ടികളുടെ ബുക്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓം തൊട്ടുള്ള അക്ഷരങ്ങൾ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ ബുക്കുണ്ട്. ആ ബുക്കിൽ ഓം തൊട്ട് അങ്ങോട്ട് അവർ പഠിച്ച് കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത് നമ്മൾ എഴുതി കൊടുക്കുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ,
അമ്മവർക്ക് ഓം ഹരിശ്രീ എഴുതുവാണ്. അപ്പോൾ അമ്മച്ചി ഇവിടെ കുട്ടികളെ വാക്കി എഴുതിപ്പിക്കുമായിരുന്നു കേട്ടോ. ചില കുട്ടികളൊക്കെ 2 മാസം കൊണ്ട് ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 1 വർഷം എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, 6 മാസം കൊണ്ട് പഠിച്ചു കഴിയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് അവരുടെ കഴിവ് പോലെയാണ്. അപ്പം ചിന്തവര എന്ന് പറഞ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണമെങ്കിൽ ഈ അക്ഷരങ്ങളെല്ലാം അവർ പഠിച്ച് കാണാപ്പാഠം അവർ ലാസ്റ്റ് അവരുടെ പേര് വരെ അവർ എഴുതാൻ തക്ക വിധത്തിൽ അവരെ പഠിപ്പിക്കും. അപ്പോൾ ആ രീതിയിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചിന്തവര എന്നുള്ള ചടങ്ങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ കുട്ടികൾ ആരെങ്കിലും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ചടങ്ങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ മമ്മ അതാ ഇവിടെ ബുക്കിൽ, ഒരു കുട്ടൻ്റെ ബുക്കിൽ മമ്മ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന 4 കുട്ടികളുടെ ബുക്ക് നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ. അപ്പം ഇതാ ഈ കുട്ടന് ഞാനിനി ഈ ബുക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഈ വെക്കേഷനാണ് നമ്മൾ കളരി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കാലത്തിലുള്ള ആർക്കും നമ്മുടെ കളരീൻ്റെ പ്രാധാന്യം അറിയത്തില്ല. ആരും കളരിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. സത്യമായിട്ടും എല്ലാവരും ഡയറക്റ്റ് കുഞ്ഞാവന്മാരെ അരിയിലൊക്കെ എഴുതിച്ച് കഴിഞ്ഞ് അവരെ ഡയറക്റ്റ് സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ വിടുന്നതിന് മുമ്പാണ് നമ്മൾ കളരിയിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ കളരി പഠിച്ചൊരു കുട്ടിക്ക് ഡയറക്റ്റ് 1-ാം ക്ലാസ്സിലേക്ക് പോയിരിക്കാം. അപ്പോൾ അവർക്ക് LKG UKG പഠിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയുള്ള 1-ാം ക്ലാസ്സിലേക്കോ അല്ല 2-ാം ക്ലാസ്സിലേക്കോ കൊണ്ട് ചേർക്കാം. കാരണം അവർക്ക് അത്രയുള്ളൊരു അറിവ് മുഴുവനും ഇതിൽ നിന്ന് കിട്ടും. അപ്പം മനസ്സിലായല്ലോ. അപ്പം നിലത്തെഴുത്ത് കളരിയിൽ പഠിച്ച ഒരു കുട്ടിക്ക് മലയാള അക്ഷരം ഒരിക്കലും മറന്നു പോവില്ല. അതുപോലെ തന്നെ തറവായിരിക്കും അവർ പഠിച്ച കാര്യങ്ങളെല്ലാം. അപ്പം നിത്യവും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളരിയിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ അത്രയും നല്ല സ്വഭാവത്തോടെയാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഒരു കുട്ടി പുറത്തിറങ്ങിയാൽ എങ്ങനെയായിരിക്കണം, വീട്ടിലെങ്ങനെ പെരുമാറണം, നല്ല ശീലങ്ങൾ, അവർക്ക് അവരുടെ ആ പ്രായത്തിലുള്ള എല്ലാ ബോധങ്ങളും കാര്യങ്ങളും നമ്മൾ കളരിയിൽ നിന്ന് നമ്മൾ ഉപദേശിച്ച് കൊടുക്കും. ഓരോ ശീലങ്ങളും നമ്മൾ ശീലിപ്പിക്കും. അങ്ങനെ ഓരോ കുട്ടികളും നന്നാവുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അച്ചടക്കം കളരിയിൽ മസ്റ്റായിരിക്കണം. അതില്ലാതെ ഒരു പരിപാടി നമുക്ക് കളരിയിലില്ല. അപ്പം അതില്ലെങ്കിൽ കുട്ടികൾ തീർന്നു. അപ്പം എല്ലാ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോഴായാലും പഠിപ്പിക്കുമ്പോഴായാലും നല്ല സ്വഭാവത്തോടെയും നല്ല അച്ചടക്കത്തോടെയും അവർ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മളത് മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ തിരുത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും അനുസരിച്ചിരിക്കണം. അപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കളരിയിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടൻ നിന്ന് കരയുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ആ കുട്ടൻ്റെ സ്നാക്സ് അമ്മ കൊടുത്തു വിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്തൊന്ന് ചിന്തിച്ച് നോക്കി. കാരണം ഞാനും ഇത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്കൂളിൽ ചോറൊക്കെ എടുക്കാതെ മറന്നു പോകും പണ്ടൊക്കെ. അപ്പം നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാവരുടെയും ചോറൊക്കെ വാങ്ങി ടീച്ചറുടെ ചോറ് തന്നെയാണ് നമുക്ക് വാങ്ങിത്തരും. അതുപോലെ തന്നെ ഒരു കുട്ടൻ്റെ സ്നാക്കും അമ്മ ഇച്ചിരി അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാം ഷെയർ ചെയ്യാനും നമ്മൾ പഠിക്കണ്ടേ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ കളരിയിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ മമ്മ അതാ നമ്മൾ എഴുതിപ്പിച്ചും വായിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല ശീലങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു നോളജ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കളരിയിൽ പഠിച്ച് വളരുന്ന ഒരു കുട്ടി സമൂഹത്തിൽ എന്നും നല്ലത് മാത്രമാണ് ചെയ്യുള്ളൂ. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് അവരത് പ്രാക്ടീസ് ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകും കൂടി ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് അത് നിന്നൊക്കെ പോകുമ്പോഴാണ് ഓരോ പ്രോബ്ലംസൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടികളുടെ കഴിവുകളും നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും കഥ പറയും, പാട്ട് പാടും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു രസകരമായ കാര്യം തന്നെയാണ് അല്ലേ ഗൈസ്. ഇപ്പോൾ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നമ്മുടെ കളരി ഉള്ളത്. അപ്പം വൈകുന്നേരം വരെ കുട്ടികളെ അടിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ കളരി വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കളരിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളരി കഴിയും എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര സാഡാവുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട്. അപ്പോൾ കളരി വരുന്ന അത്രയും ഇൻട്രസ്റ്റോടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികളായാലും ഇവിടെ അമ്മച്ചിയും അമ്മയും അവരെ അനുസരിപ്പിച്ചിരിക്കും. അതാണ് വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ പപ്പയും പണ്ട് കളരി എടുക്കുമായിരുന്നു. അപ്പം ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്നെ കൊണ്ടൊക്കെ കളരിയിലേക്ക് പോവും. പിന്നെ എനിക്ക് എൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ വെച്ചായാലും കളരി എടുക്കുന്ന ടൈമിൽ ഞാനൊന്ന് വാവിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഡ്രസ്സൊന്നും ഇടാതെ
ഞാൻ ഓരോരുത്തരുടെ മുമ്പിൽ പോയെന്ന് അക്ഷരം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഞാൻ അവിടെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഇവിടെ നിന്ന് ഞാൻ എഴുതി കൊടുക്കുന്നു പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ കഴിവൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെന്ന് ഓർക്കും. പിന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ അടുത്ത് ഫോണും ഇല്ല. അന്ന് ഫോണൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ സീനായേനേം ഗൈസ്. അങ്ങനെ ഓരോ കുട്ടികളെയും കൊണ്ട് കഥയും പാട്ടൊക്കെ പാടിപ്പിച്ച് നമ്മൾ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചീനെയും അമ്മേനെ പോലൊരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് അത്രയും ഭാഗ്യമാണ് ഈ കുട്ടികളുടെയൊക്കെ. കാരണം അവരത്രയും നല്ല ഗുരുക്കളാണ്. അവർ അമ്മച്ചിയും അമ്മയായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരത്രയും കുട്ടികളോട് ഫ്രണ്ട്ലിയും അതുപോലെയുള്ള കാര്യത്തിന് കാര്യം തമാശയ്ക്ക് തമാശ, അതാണ് അവർ. അപ്പോൾ ഇവരെ ഗുരുക്കളായി കിട്ടുന്ന കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കളരി അങ്ങനെ ഏകദേശം അവസാനിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം എന്നെയും വാവാറ്റേനെയും നമ്മുടെ പപ്പയാണ് ചിന്തം വരപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ അത്രയും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പം പപ്പ ഇന്ന് നമ്മുടെ ഈ ലോകത്തിലില്ല. അപ്പം നമ്മുടെ പപ്പ ആരാന്ന് എല്ലാവർക്കും സംശയം വരും. എങ്കിലും ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം, നമ്മുടെ മമ്മേൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ പപ്പ, മമ്മയൊക്കെ പപ്പാന്ന് വിളിക്കും, അത് കേട്ട് ഞങ്ങളും പപ്പാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പപ്പയാണ് എന്നെ വാവാറ്റേനെയും ചിന്തം വരപ്പിച്ച്. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പം എന്നും ഞങ്ങൾ പപ്പേനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവർക്കും നല്ലത് വരുത്താൻ, എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റണേ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കളരി തുടങ്ങി. അതുപോലെ തന്നെ നാഷണൽ ആന്തത്തോടു കൂടി നമ്മൾ കളരി ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് 12 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ ഇനി 1 മണി വരെ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി ഇത് ഓരോ കുട്ടികളോടും ടാറ്റയെ ബൈ ബൈ ഉമ്മയൊക്കെ കൊടുത്ത് അവരെ വിടുകയാണ്. അപ്പം ഓരോ കുട്ടികളെന്ന് പറയുന്നത് ഓരോ എന്താ പറയുക, ഉണ്ടായി വരുന്ന ഓരോ പൂക്കളെന്നല്ലേ പറയുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നല്ല ശീലങ്ങളൊക്കെ ഉപദേശിച്ച് വിടുന്നു. അപ്പോൾ 2 മാസം കൊണ്ട് കുട്ടികൾ നല്ല സ്വഭാവത്തിൽ വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മണൽ ഇത് എടുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ മണൽ ഇങ്ങനെ തറയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വാരി വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇങ്ങനെ പേപ്പറിൽ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മോർണിംഗിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ശനി ഞായറൊന്നും കളരിയില്ല. മൺഡേ ടു ഫ്രൈഡേ വരെയാണ് നമ്മുടെ കളരി ഉള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കളരി എന്ന് പറയുന്നത് പണ്ടൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കളരി പോയാണ് പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് അറിയുന്നവർക്ക് അറിയുമായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് നമ്മുടെ കളരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സത്യം പറഞ്ഞത് അന്യം നിന്ന് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു. വാവാറ്റി ഓടിപ്പോയി ലൈറ്റ് ഓഫ് ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്കൂളിലേക്കാണ് കുട്ടികളെ വിടുന്നത്. സ്കൂളിലായാലും അക്ഷരങ്ങളൊന്നും എല്ലാവരും ടീച്ചേഴ്സായാലും കറക്റ്റായിട്ടൊന്നും പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ കളരി തന്നെ വിടണം എന്നാണ് എൻ്റെ അഭിപ്രായവും. കളരി പഠിച്ചാലാണ് അറിവുകൾ കറക്റ്റായിട്ട് നമ്മുടെ കളരിയിൽ നിന്നുള്ള അറിവുകൾ, അക്ഷരങ്ങൾ, മലയാള അക്ഷരത്തിലേക്കുള്ള അറിവുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കളരി ഇതേ ഇവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ഡേ കളരി വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ ഈ റൂം നമ്മൾ പൂട്ടണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി താക്കോൽ അടുത്തുള്ള ആ വീട്ടിൽ കൊടുക്കാനും ഉണ്ട്. അപ്പം നമ്മളിനി ഓൺ ദ വേ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് ഗായ്സ്. അപ്പം എനിക്കൊരു നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചേട്ടായി നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കൊറിയറിൽ. അപ്പം നമുക്കതൊന്ന് വാങ്ങിക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യും. ആരും കാണാനായിട്ട് മറക്കരുത് കേട്ടോ ഗായ്സ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഓൺ ദ വേ ആ ഗിഫ്റ്റ് വാങ്ങി പോകണം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഓൺ ദ വേ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ ആരും മറക്കില്ല ഗായ്സ്. അപ്പം നമ്മുടെ പൈങ്കിളിക്ക് ഇന്ന് SSLC എക്സാം ഉള്ളതുകൊണ്ടാണ് പങ്കം വരാത്തത് കേട്ടോ. അപ്പോൾ പൈങ്കിളി എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 കൂടിയാണ് കളരിയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ അടുത്ത നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു ലോട്ട് ഗായ്സ്.